നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. വീണ്ടും വാർത്തയിലേക്ക്. ഇന്നത്തെ മലയാള പത്രങ്ങളിൽ ചിലത് ഞങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് ആ വാർത്ത? ബാരാപോളുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. ഓഗസ്റ്റ് മാസം പുറത്തിറങ്ങിയ ഞങ്ങളുടെ മാസികയിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് ബാരാപോളായിരുന്നു. ബാരാപോളിലെ ടണൽ നിർമ്മാണവും കനാൽ നിർമ്മാണവും അഴിമതിയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു. ഓഗസ്റ്റ് കഴിഞ്ഞു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3.5 മാസം കഴിഞ്ഞപ്പോൾ ആ വാർത്ത ഏറ്റെടുക്കുന്നതിലേക്ക് വിവിധ മാധ്യമങ്ങൾ എത്തി. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ബാരാപോളിനെ കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. ചില മലയാള പത്രങ്ങൾ വാർത്തകൾ ചെയ്തിരുന്നു. ഇന്നും ഒരു മലയാള പത്രത്തിൽ വാർത്തയുണ്ട്. ആ വാർത്ത ബാരാപോളിനെ കുറിച്ചാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച്, ധൂർത്തായി ചെലവഴിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ബാരാപോള് പ്രവർത്തന സജ്ജമാക്കാൻ സാധിക്കാതെ ഇപ്പോഴും അനാഥാവസ്ഥയിൽ നിൽക്കുന്നു. അവിടെ ഒരു യൂണിറ്റ് പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാതെ ബാരാപോൾ എന്ന ജലവൈദ്യുത പദ്ധതി യാതൊരുവിധ തുകയും ചെലവഴിക്കാതെ തന്നെ ആ പദ്ധതി പൂർണ്ണമാക്കാമായിരുന്നു. ആ പദ്ധതി അട്ടിമറിച്ച ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടന്നു. ആ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. വിജിലൻസ് എന്ന് പറയുന്നത് അട്ടിമറിക്കാൻ വേണ്ടി ജനിച്ചതാണ്. അവരിലുള്ള വിശ്വാസം KSEBിയിലെ നിഷ്പക്ഷരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നഷ്ടപ്പെട്ടു. വിജിലൻസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരല്ല. അവർക്ക് ബോർഡ് മാനേജ്മെന്റിൽ നിന്നും, അതായത് മന്ത്രി, ചെയർമാൻ, മറ്റു ഡയറക്ടേഴ്സ്, അവരുടെ ഭാഗത്തു നിന്നും ധാരാളം പ്രഷറുകളുണ്ട്. പ്രഷറുകൾ എന്ന് പറയുമ്പോൾ ഉറക്കം വരാത്ത പ്രഷറുകളാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് KSEBിയിലെ വിജിലൻസ് അന്വേഷണം എങ്ങും എത്താതെ പെരുവഴിയിൽ കിടക്കുന്നത്. അത് ഓഫീസർ അസോസിയേഷന് വേണ്ടി മാത്രം തന്നെയാണ് വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നിലനിർത്തി പോകുന്നത്. അവരുടെ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ് വിജിലൻസ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടി, അതായത് അവരുടെ പ്രവർത്തികൾക്ക് എതിരായി നിൽക്കുന്ന ആരാണോ, അതേത് സംഘടനയാണോ, അവരെ നിഷ്കരണം വെട്ടിനിരത്തുന്നതിലേക്കും അവൻ പെൻഷൻ വാങ്ങാതിരിക്കുന്നതിലേക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഓഫീസർ അസോസിയേഷൻ. ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും RSSന്റെയും ഒരു മസ്തൂർ സംഘമുണ്ട്. അവർക്കും പറയാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ ധാരാളം വിദ്യുച്ഛക്തി മന്ത്രിമാരെ സംഭാവന ചെയ്ത കോൺഗ്രസിന്റെ സംഘടനയുണ്ട്. വിവിധ സംഘടനകൾ, അതിൽ വ്യാജനുമുണ്ട്, ഒറിജിനലുമുണ്ട്. അവനും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ വ്യാജനും ഉപവ്യാജനും ഒറിജിനലും കോൺഗ്രസ് സംഘടനകൾക്ക് ട്രേഡ് യൂണിയനുണ്ട്, ഓഫീസർ സംഘടനയുണ്ട്. കുറ്റപ്പെടുത്തുകയല്ല, അവർക്കും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് പ്രതികരിക്കാം. ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരു ചെറിയ മീഡിയ സ്ഥാപനമാണ്. ചെറുതെന്ന് പറയുമ്പോൾ വലിപ്പത്തിൽ മാത്രമേ ചെറുതുള്ളൂ, പക്ഷേ പ്രവൃത്തിയിൽ വലുതാണ്. അതുകൊണ്ടാണ് KSEBിയുടെ വാർത്തകൾ ഞങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഞങ്ങളുടെ മാസികയിൽ വന്ന ബാരാപോളിന്റെ വാർത്ത ഞങ്ങൾ KSEBിയിലെ സിവിൽ വിങ്ങിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകുകയുണ്ടായി. സിവിൽ വിങ്ങിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഞങ്ങളോട് സൂചിപ്പിച്ചു. എന്നാൽ ഞങ്ങൾ പറഞ്ഞു, ജനറേറ്റിംഗ് പദ്ധതിക്ക് കുഴപ്പമില്ല, പക്ഷേ കനാലിന് കുഴപ്പമുണ്ടല്ലോ സാർ. അത് വ്യാപകമായ ക്രമക്കേടല്ലേ നടന്നത്. അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടത്തിയ വ്യക്തിയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ കോപ്പി സമർപ്പണം നടത്തിയത്. അദ്ദേഹം വൈദ്യുതി ഭവന്റെ ഒരു നിലയിൽ
സുഖമായി വാഴുന്നു. അദ്ദേഹം സിവിൽ വിങ്ങിന്റെ ഓഫീസർ അസോസിയേഷന്റെ നേതാവാണ്. ഞങ്ങൾ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു പരിഹാരമുണ്ടാകും. അത് തന്നെയാണ് കീഴ്വഴക്കം. ആരഴിമതി കാണിച്ചാലും അതിന് പ്രതിഫലം കിട്ടും, ഉറപ്പാണ്. നിയമം എന്ന് പറയുന്നത് അധികകാലം വളച്ചൊടിക്കാൻ സാധിക്കില്ല. അത് വിജിലൻസ് ആയിരുന്നാലും ശരി, ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നാലും ശരി, കോടതി ആയിരുന്നാലും ശരി. ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ജനകീയ കോടതി തീരുമാനിച്ചാൽ KSEBിയിലെ അഴിമതികളെല്ലാം തന്നെ നിഷ്കരണം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങളത് പുറത്തു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കും. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ ഞങ്ങളുടെ ബോധവൽക്കരണം നടക്കുന്നു. അതുകൊണ്ട് ബാരാപ്പോൾ ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്നു. KSEB ജീവനക്കാർ ഒന്ന് ആലോചിക്കണം. ഞങ്ങൾ ഈ വാർത്തകൾ നൽകുന്നത് ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നത് കൊണ്ടാണ്. ഇനി വീണ്ടും പറയാം, തിന്മയ്ക്കെതിരെ നന്മയുടെ ശബ്ദം. തിന്മ കാണിക്കുന്നവൻ നന്നായി പോകും. അവൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും നൽകും. എന്നാൽ KSEBക്കൊന്നും ലഭിക്കില്ല. ചില നേതാക്കന്മാർക്ക് കിട്ടും അതിന്റെ പങ്ക്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പറയുന്നു, അതിനനുവദനീയമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ നിങ്ങളെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ജനകീയ കോടതി നിങ്ങളെ വിചാരണ ചെയ്യും, ഉറപ്പാണ്. ജനകീയ കോടതി എന്ന് പറയുമ്പോൾ വീണ്ടും ജനങ്ങൾ രംഗത്തേക്ക് വരുന്നു. അവർ ചർച്ച ചെയ്യുന്നു, KSEBയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അഴിമതികൾ നടക്കുന്നത്. അതവർ ചർച്ച ചെയ്തു തുടങ്ങി. മാസിക അതിനുള്ള അവസരം നൽകി. ആ മാസിക ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നടത്തുന്നത്. ഞങ്ങൾക്ക് ആത്മസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജീവനക്കാരെന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ ഓഫീസുകളിലും നിങ്ങളുടെ സ്ഥാപനത്തിലും അഴിമതി നടത്താൻ പ്രേരിപ്പിക്കരുത്, സമ്മതിക്കരുത് എന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ നിങ്ങളുടെ മേലാഫീസർമാർ വാരം ചുരുട്ടി മാളത്തിൽ ഒളിക്കും, ഉറപ്പാണ്. അതുതന്നെയാണ് നടക്കുന്നത്. ഞങ്ങളുടെ സഹായം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് പൂർണ്ണമായും ഞങ്ങളെ വിശ്വസിക്കാം.